സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട നടപടി ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പരാതി വന്നു, അപ്പൊ ആ പരാതിയുടെ പേരിൽ ഒരു ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുക, കണ്ടെത്തുക, റിപ്പോർട്ട് നൽകുക എന്നുള്ളത് ഏതൊരു ഉദ്യോഗസ്ഥനും ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ നമ്മൾ നിയമപരമായി നീങ്ങുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു യുക്തി മനസ്സിലാവില്ല. അതിന്റെ യുക്തി എന്ന് പറഞ്ഞാൽ CPIM ജില്ലാ സെക്രട്ടറി എന്നാണ് പരാതി. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് എന്നാണ്. ആ CPM ജില്ലാ സെക്രട്ടറി എന്ന പരാമർശം നടത്തിയെടുക്കുമ്പോൾ അതിനകത്ത് CPMനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ആരെങ്കിലും അയച്ചിട്ടുണ്ടാവും. അതിനെ അതിൻ്റെ അർത്ഥത്തിൽ അപ്പം തന്നെ കൊടുക്കുക, പിന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുക, വാർത്ത ഉണ്ടാക്കുക. വാർത്ത ഉണ്ടാക്കുന്ന നിലപാടല്ല ഇവിടെ. ഞാനിപ്പോൾ എല്ലാ മാധ്യമം ഈ ചെറുതോണി ടൗണിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചെറുതോണി ടൗണിൽ ഞാൻ പാറ പൊട്ടിച്ച് ഇവിടെ കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾ അന്വേഷിക്കുക. PW റോഡ് അവിടെ 5.5 കോടി രൂപ ഞാനും റോഷി അഗസ്റ്റിനോടെ പ്രത്യേകമായിട്ട് ചെറുതോണി ടൗണിന് വേണ്ടി അനുവദിച്ചു. അവിടുത്തെ കല്ല് പൊട്ടിക്കുന്നു. ആ കല്ല് പൊട്ടിച്ച് ആ കല്ല് ഉപയോഗപ്പെടുത്തി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. ഒരു മാധ്യമം പറഞ്ഞത് ഞാൻ ഇവിടെ പാർവണ നടത്തുന്നതാണ്. ഒരു ധാർമ്മികത നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കൊരു ധാർമ്മികത വേണ്ടേ? ഇത് വേണം സംബന്ധിച്ച്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു വാർത്ത കിട്ടുന്നു, ഉടനെ അത് വാർത്തയാക്കുന്നു. അതൊരു ഉദ്യോഗസ്ഥരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് അന്വേഷിച്ച് കുറ്റക്കാരാണെന്നുള്ളത് കണ്ടെത്തുന്നതിന് പകരം അത് അപ്പം തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളെ അതൊരു വാർത്തയാക്കി എടുക്കുക എന്നുള്ളത്, അതിലൂടെ CPMന്റെ ജില്ലാ സെക്രട്ടറിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് CPMനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള നിലപാടുണ്ട്. ആ നിലപാടിന് മുമ്പിൽ CPMന് ഒരു ശക്തിയുടെ മുമ്പിൽ കീഴടങ്ങാൻ പറ്റില്ല. അതിന് ഞങ്ങൾ ഉത്തരവിന് ഒരു മുട്ട പരാതിയുടെ കേട്ട് ഇതിനു മുമ്പ് കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചൊക്കെ ആക്ഷേപം വരിക, പരാതി വരിക, ആധികാരിക ഒരു നിയമത്തിൽ നിലപാട് വരിക, അതൊക്കെ സ്വാഭാവികം വരുന്നൊരു കാര്യമാണ്. ഒരു മുട്ടപ്പരാതി ആരെങ്കിലും ഒരു വ്യാജ പരാതി അയച്ചാൽ ഉടനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതിൻ്റെ ധാർമ്മികതയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ നടത്തുന്ന അന്വേഷണം ധാർമ്മികതയാണോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അവരുടെ ധാർമ്മികതയിൽ അവർ ബോധ്യപ്പെടുത്തി തെളിയിക്കേണ്ടതാണ്. അതങ്ങനെ നടക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അതിനേതെങ്കിലും ഒരു ബേജാറാവേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് അത് വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാനൊന്നും ഇതിൻ്റെ ഭാഗമായി കഴിയുകയില്ല. ഈ വ്യാജ പരാതിയുടെ പേരിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്ന് തന്നെയാണ്. ആണ് രാജ്യം സർക്കാരിനായിരിക്കുന്നത്. അവരത് ധാർമ്മികമായ ഒരു അന്വേഷണം നടത്തണ്ടേ? ഒരു വ്യാജ പരാതി കിട്ടുന്നു, നാളെ നിങ്ങൾക്കെതിരായിട്ടായാലും ഒരു വ്യാജ പരാതി അയക്കുന്നു. ആ പരാതി അയക്കുന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് വേണ്ടേ? അത് ജില്ലാ കളക്ടറെ അല്ലേ ഉത്തരവ് നല്ല നമ്മൾ പത്രത്തിൽ കണ്ടത്. ഞാനും അങ്ങനെ കണ്ടത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം നെടുങ്കണ്ടത്ത് ഉടുമ്പൻചോല ഭൂതോപ്പത് തഹസിൽദാരെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് ആ ഉത്തരവ്. ഞാനിതിൻ്റെ ഉത്തരവ് വൈകുന്നേരം പാർട്ടി സ്റ്റേക്ക് വരുന്ന വഴിക്കാണ് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളെന്നതിലേക്ക് കിട്ടിയിട്ടില്ല. എന്നോട് ഇന്നലെ നിങ്ങളിൽ ചില ആളുകൾ ഞാൻ ഭക്ഷമത്തിയെ വിളിക്കുമ്പോഴാണ് ഈ സംഭവം എന്നാന്ന് തന്നെ അറിയുന്നത്. ഈ പരാതിയിൽ വന്നിരിക്കുന്ന അന്വേഷണത്തിൽ വന്നിരിക്കുന്നത് സിവിയുടെ മരുമകനെതിരെയും അന്വേഷണം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അവരെൻ്റെ മക്കള്, അവരെൻ്റെ പാർട്ടി പൊതുപ്രവർത്തകരുടെ മക്കൾക്ക് ജോലി ചെയ്യാനും സമൂഹത്തിനിടയിൽ ജീവിക്കാനും അവർക്ക് നിയമപരമായി ചെയ്യാനൊക്കെയുള്ള അവകാശം അവർക്കുണ്ട്. അല്ല പറയട്ടെ, അന്വേഷണമുണ്ട്, അതുണ്ട്. അത് അവർ നിയമവിരുദ്ധമായ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് പിടിച്ചോട്ടെന്ന് ആർക്ക് തർക്കം? അതുണ്ടെങ്കിൽ അതിന് നടപടി എടുത്തോട്ടെ, ആർക്ക് തർക്കം? ഞാൻ ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ മകൻ്റെയോ മക്കളുടെ ആരുടെയും നിർമ്മാണ പ്രവർത്തനമോ ബിസിനസ്സിലോ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഒരു ഉദ്യോഗസ്ഥയെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി ശുപാർശയുടെ ഭാഗം വിളിച്ചിട്ടുണ്ടെന്നോ? നിങ്ങൾ മാധ്യമ പ്രവർത്തനം വിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറ. അത് അവരുടെ ബിസിനസ്, അവരവരുടെ കാര്യമായിട്ട് പോകും. അതിനെനിക്കെന്ത് കാര്യം? ഇനി എന്തായാലും അവർ നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ട്, അവരതിനെ അനുഭവിച്ചോളൂ. അതിന് പാർട്ടിക്കൊന്നും ഉത്തരവാദിത്തം, എനിക്കൊന്നും ഉത്തരവാദിത്തം. ഈ പരാതി ഉയർന്നു എന്നുള്ളത് ശരിയാണല്ലോ. ഈ പരാതി വ്യാജമാണോ എങ്ങനെ അത് അന്വേഷിച്ചാലേ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് അച്ഛൻ കഴിഞ്ഞ അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഒരാള് പരാതി അയക്കുന്ന ഒരാൾ എനിക്ക് ആധികാരികമായി തെളിയിക്കണമെങ്കിൽ ഇന്നയാളിൻ്റെ പരാതി അടിസ്ഥാനപരമായി കൊടുക്കണം. ഒരാളൊരു പരാതി ഉന്നയിക്കുമ്പോൾ
ആധികാരികമായി കൊടുക്കണം. ഇന്നയാളിൻ്റെ പേരിൽ ഞാൻ സീവറീസ്, ഞാൻ പരാതിക്കാരൻ, അങ്ങനെ കൊടുക്കണം. അതല്ലാതെ ഒരു മുട്ട പരാതി എവിടെയെങ്കിലും ഇരുന്ന് തയ്യാറാക്കി അയക്കുക, ഉടനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യക്ഷൻ പ്രഖ്യാപിക്കുക, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പാറമട നടത്തുമെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക. അത് മര്യാദകേടിൻ്റെ അങ്ങേയറ്റത്തെ പ്രയോഗമാണ്, മര്യാദകേടിൻ്റെ അങ്ങേയറ്റമാണ്. അതൊന്ന്. രണ്ട്, ഇവിടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് ബാധിക്കൽ PW റോഡാണ് പണിയുന്നത്. ആ PW റോഡ് പണിയുന്നതിന് CPM സീവറേസിൻ്റെ പാറക്കോറിയാണെന്ന് പറഞ്ഞ് ഒരു മാധ്യമം ഇന്ന് വാർത്ത കൊടുത്താണ്. ഞാൻ മാധ്യമത്തിൻ്റെ പേര് പറയുന്നില്ല. അത് മാധ്യമ ധർമ്മമാണോ, മാധ്യമത്തിൻ്റെ ധാർമ്മികതയിൽ ചേർന്നാണോ? ആണോ? നിങ്ങൾ പരിശോധിക്കുക. മാധ്യമത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ PW റോഡ് വർക്ക് നടക്കുന്നത് ഇരിക്കുന്നു, അറിയാമല്ലോ. ഇവിടെ ആർക്കെല്ലാം അറിയാം. അതിന് സീവറേസിൻ്റെ പാറമണയാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ വാതിക നടക്കുന്നു പറഞ്ഞ് കൊടുക്കുന്നത്. മാധ്യമം അങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നതിനകത്ത് മാധ്യമത്തിൻ്റെ ധാർമ്മികതയുണ്ട്. ആ CPM-നെ അഭിവൃദ്ധിപ്പെടുത്താനല്ലേ? അത് അഭിവൃദ്ധിപ്പെടുത്താൻ അതിനകത്ത് മാധ്യമങ്ങളുടെ പങ്കുണ്ട്. ആ മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടാനുള്ള സൗകര്യത്തിന് ഒരു വടി, ഒരു മരുന്ന് കളക്ടർ ഇട്ട് കൊടുത്തു. അത് നിങ്ങളെല്ലാം കൂടെ എടുത്ത് ആഘോഷമാക്കി. എല്ലാതും ഞാൻ പറയുന്നില്ല, അത് ആഘോഷമാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിന് സ്വാഗതം ചെയ്യുക. കാരണം അതൊക്കെ നല്ല കാര്യം, അന്വേഷണാത്മകം വരട്ടെ. ഇവിടെ ഈ കാര്യത്തിൽ ഇത്രേ ഉള്ളൂ.